This show is presented by Luvi. തല മാത്രം ഡമ്മി ഉണ്ടാക്കി വെച്ചിട്ട് ധൈര്യമായിട്ട് വാളിട്ട് വെട്ടി. എന്നിട്ട് ഈ ബോഡി തറയെ വേണ്ടിയിട്ട് ആളകത്തുണ്ടല്ലോ, അപ്പം കിടന്ന് പിടയ്ക്കുന്ന ഒരു സാധനം അന്ന് ഷൂട്ട് ചെയ്തു. അതൊക്കെ ഹൈലി റിസ്ക്കാണ്, പക്ഷേ എന്നാലും നമ്മൾ ഷൂട്ട് ചെയ്തു. ആശീർവാദ് സിനിമാസിൻ്റെ ഫസ്റ്റ് പടം മുതൽ ഒരു 6 പടം വരെ വർക്ക് ചെയ്തു ഞാൻ. 6 പടം എനിക്ക് തോന്നുന്നു ആശീർവാദിൻ്റെ ഏറ്റവും കൂടുതൽ പടം ആർട്ട് ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത് ഞാനായിരിക്കും. ഇപ്പോൾ ഓപ്ഷൻസ് എന്ന് പറഞ്ഞ് ഒരുപാട് ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ കുറ്റം പറയല്ല, ഇപ്പോഴത്തെ എല്ലാവരും ചെയ്യുന്ന ഒരു പരിപാടിയാണ്. 3 സിനിമ 4 സിനിമയുടെ സാധനങ്ങളാണ് എടുത്തു വയ്ക്കുന്നത്. അങ്ങനെ ഒരു ഭയങ്കര പോരായ്മയുണ്ട്. അത് ഞാനവിടെ മാവിൻ്റെ 2 ഉണക്ക കമ്പെടുത്ത് പൊതിഞ്ഞ് പുള്ളിക്ക് കൊണ്ടു കൊടുക്കുക, ഉമ്മയ്ക്ക് ഊത് കൊണ്ട് കൊടുക്കണം. രാജമാണിക്യത്തിലൊന്നും എനിക്കൊരിക്കലും ആ മമ്മൂക്ക് ആ രീതിയിൽ കാണാൻ പറ്റത്തില്ല. മമ്മൂക്ക ചോദിച്ച് അതാരടാ നാട്ടുരാജാവ് വരണ്ടെന്ന് വിളിച്ചത്. അപ്പം ഞാൻ പറഞ്ഞ് മമ്മൂക്ക ഇത് മറ്റേ ആളുടെ കക്ഷിയാണെന്ന്, അവനെ മേലെ സെറ്റ് കണ്ടുപോകരുതെന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അപ്പം ഒരു സിനിമയുടെ സക്സസിന്റെ പുറകിൽ ഒരുപാട് പേരുടെ കഷ്ടപ്പാടുണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് ആർട്ട് വർക്ക് എന്ന് പറയുന്നത്. നമ്മുടെ 90s കിഡ്സിൻ്റെ ഒക്കെ കുട്ടിക്കാലം ഭയങ്കര നൊസ്റ്റാൾജിക്കും ഭയങ്കര എൻ്റർടൈൻമെൻറ്റും ഒക്കെ ആക്കിയ ഒരാളാണ് ഇന്ന് ദി മല്ലു മൈക്കിൾ നമ്മുടെ കൂടെ. നമസ്കാരം ബോബൻ ചേട്ടാ. ചേട്ടൻ കുട്ടിക്കാലത്തെ തന്നെയുള്ള ഒരു ആഗ്രഹമായിരുന്നോ ഈ ഒരു ഫീൽഡിലോട്ട് വരണം, അല്ല സിനിമ ഒരു സ്വപ്നമായിട്ടാണോ ചേട്ടൻ ഈ ഒരു ഫീൽഡ് സെലക്ട് ചെയ്തത്? കുട്ടിക്കാലം എന്ന് പറയുമ്പോൾ നമ്മൾ അറിയാറായ സമയത്തൊക്കെ ഈ പെയിൻറ്റിങ്ങും പരിപാടിയായിട്ട് കാണുന്നു. അത് കഴിഞ്ഞ് പെയിൻറ്റിങ് എക്സിബിഷൻ സ്കൂളിലൊക്കെ ഇത് കിട്ടി. അപ്പോൾ സിനിമ എന്നൊക്കെ പറയണതൊരു എനിക്ക് തോന്നുന്നൊരു 10-15 വയസ്സ് കഴിയുമ്പോഴാണ് നമുക്ക് അങ്ങനെ ഒരു താല്പര്യം തോന്നുന്നത്. എല്ലാ കാര്യത്തിലും താല്പര്യം തോന്നുമ്പോൾ ആ സമയമാവും. ആ സമയത്ത് നമുക്ക് തോന്നിയ ഒരു കാര്യമാണ് എനിക്ക് എന്തെങ്കിലും ഒരു സിനിമയിൽ ഒന്ന് ഇതായിട്ട്, സിനിമയിൽ എന്ത് സംഭവത്തിൽ കയറണമെന്ന് പോലും അറിയത്തില്ല. അന്ന് സിനിമയിൽ ഒരുപാട് ഇതുണ്ടല്ലോ. അപ്പം നമ്മൾ ഇതുമായിട്ട് പെയിൻറ്റിങ്ങും കാര്യങ്ങളും അതുമായിട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചത്. KGTA പാസ്സായ കക്ഷിയാണ്. അപ്പം ഞാനത് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഞാനിങ്ങനെ അയച്ചു, സിനിമയിൽ ഒരു കലാസംവിധാനമായിട്ട് കയറി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു പുറകെ കുറച്ച് കാലം അന്വേഷിച്ച് നടന്നിട്ട് ഞാൻ ഒരു അഡ്വർടൈസിങ് കമ്പനിയിൽ ഒരു 3-4 വർഷം വർക്ക് ചെയ്തു. അപ്പോഴും എൻ്റെ മോഹം എങ്ങനെയെങ്കിലും സിനിമയിൽ ആരെങ്കിലും പിടിച്ച് കയറണമെന്നൊക്കെ ആയിരുന്നു. അപ്പം എൻ്റെ അച്ഛനെന്ന് വെച്ചാൽ ഹെഡ് മാസ്റ്ററായിരുന്നു, സ്കൂളിലെ ഹെഡ് മാസ്റ്ററായിരുന്നു. അപ്പോൾ അച്ഛൻ പഠിപ്പിച്ചൊരു സ്റ്റുഡൻ്റാണ് ബാലേന്ദ്ര മേനോനെ പഠിപ്പിച്ചു. അപ്പോൾ ബാലേന്ദ്ര മേനോൻ്റെ അടുത്ത് ഒരു ലെറ്റർ തന്നു വിട്ടു. അച്ഛൻ പറഞ്ഞു, ഈ ലെറ്റർ കൊണ്ട് നീ കൊടുക്കുക, നിന്നെ അതിൽ എന്തെങ്കിലും. ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞു, ഇൻസ്റ്റിറ്റ്യൂട്ടും കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ മേനോനെ പോയി കാണുക, മേനോൻ ഗീത് ഹോട്ടലിലുണ്ട്. അങ്ങനെ ഞാൻ മേനോൻ സാറിനെ കാണാൻ വേണ്ടി സൈക്കിളിൽ, ഒരു സൈക്കിളുണ്ട്, BSA സൈക്കിൾ, അതിൽ വിയർത്ത് കുളിച്ച് സൈക്കിൾ ചവിട്ടി ഞാൻ അങ്ങനെ ഗീത് ഹോട്ടലിൽ എന്നും രാവിലെ പോയി നിൽക്കും. രാവിലെ പോയി നിൽക്കുമ്പോഴത്തേക്ക് മേനോൻ സാർ അന്ന് എനിക്കൊന്ന് കേൾക്കാത്ത ശബ്ദമൊക്കെ എടുത്തിട്ട് നിൽക്കുന്ന സമയമാണ്. അടുത്ത പടത്തിൻ്റെ ഡിസ്കഷനൊക്കെ ഫുൾ ഗീത് ഹോട്ടലിലാണ് പുള്ളിയുടെ എല്ലാവരും. അപ്പോൾ ഞാനങ്ങനെ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യും. റിസപ്ഷനിൽ പോയി ചോദിക്കും, ഈ ലെറ്റർ എൻ്റെ പോക്കറ്റിൽ കിടക്കുക, ഒരു പഴയ മഞ്ഞ കവറിൽ ഇട്ട് തന്നിരിക്കുക. അച്ഛൻ ലെറ്റർ ഇംഗ്ലീഷിൽ എഴുതിയിട്ട് എൻ്റെ മകനാണ്, അവനെ സിനിമയിൽ എന്തെങ്കിലും ആക്കണമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ തന്നിരിക്കുന്ന ലെറ്ററാണ്. അപ്പോൾ ഈ ലെറ്റർ കൊണ്ട് ഞാൻ ഗീത് ഹോട്ടലിൽ പോയി നിൽക്കുമ്പോൾ പുള്ളി ഇപ്പോൾ ഡിസ്കഷനിലാണ്. കുറച്ച് ഉച്ചയ്ക്ക് മേൽ വന്നതിന് ശേഷം കാണാമെന്ന്. ഞാനപ്പോൾ നേരെ താഴെ പോയി ശ്രീവിശായി പോയി. അന്ന് മലയാള സിനിമ എനിക്ക് വലിയ പുച്ഛമാണ്. അപ്പം ഇംഗ്ലീഷ് സിനിമ കാണാമെന്ന് വിചാരിച്ചിട്ട് 1.5 രൂപയേ ഉള്ളൂ. എവിടെ ശ്രീവിശാഖയിൽ പോയിട്ട് ഇംഗ്ലീഷ് സിനിമ കാണാം. ഇത് എനിക്ക് തോന്നുന്നു 89 ഒക്കെയാണ്. അപ്പം ഞാനിങ്ങനെ അത് അവിടെ പോയി സിനിമ കണ്ടിട്ട് തിരിച്ച് സൈക്കിളിൽ ഉച്ചയ്ക്ക് ഊണ് കഴിക്കില്ല. കുറച്ച് കപ്പലിൻ്റെ വാങ്ങിച്ചു തിന്നു കഴിഞ്ഞാൽ വിശപ്പ് കുറയും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ പോയി പുള്ളിയെ വീണ്ടും കാണാനായിട്ട് പോകുമ്പോൾ പുള്ളി അന്ന് അവിടെ നിന്ന് തിരിച്ച് ഹോട്ടലിൽ നിന്ന് പോവുകയാണ്. അപ്പോഴും പറയും പുള്ളി തിരക്കാണ്, കാണാൻ പറ്റില്ല.
അപ്പോൾ ഞാനിങ്ങനെ ഓരോ ദിവസം ചെല്ലുന്തോറും ഓരോ ദിവസവും ഞാൻ രാവിലെ പോകുന്നു, ഉച്ചയ്ക്ക് പോകുന്നു, വൈകിട്ട് പോകുന്നു, പുള്ളിയെ കാണാൻ പറ്റുന്നില്ല. പുള്ളിയെ കാണാൻ ചെല്ലുമ്പോഴെല്ലാം റിസപ്ഷനിൽ നിന്ന് വിളിച്ച് ചോദിക്കും ഇങ്ങനെ ഒരാൾ വന്നിരിക്കുന്നു വിടട്ടാവത്തിട്ടെന്ന് പറയും. പുള്ളി പറയും ഞാനിങ്ങനെ ബിസിയാണ്. പുള്ളിയായിരിക്കില്ല ചിലപ്പോൾ പറയണത്, വേറെ രാജശങ്കരാടി അങ്ങനെയൊക്കെയുള്ള ഗോപി അങ്ങനെ കുറേ പേരുണ്ട്, അവരായിരിക്കും പറയണത്. അപ്പോൾ പുള്ളി ബിസി ആയിരിക്കും, നമുക്കറിയാമല്ലോ, സിനിമയുടെ ബിസിയൊക്കെ നമുക്കറിയാമല്ലോ നല്ലോണം. അങ്ങനെ ഞാൻ കുറേ പ്രാവശ്യം പോയി, നിവൃത്തിയില്ലാതെ വന്നു. അങ്ങനെ താഴെ ഇങ്ങനെ റിസപ്ഷൻ ചെയ്തിട്ട് വീണ്ടും വീണ്ടും ചോദിച്ച് 3 പ്രാവശ്യം 4 പ്രാവശ്യം 5 പ്രാവശ്യം പോയി. എനിക്ക് ഒരു ചാൻസും ഇനി പുള്ളിയെ കാണാൻ പറ്റിയില്ല. അവസാനം ഞാൻ അവിടെ നടയിൽ നിന്നിട്ട് ഗീത ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ആ ലെറ്ററിനെ ഒരു 15 വലിച്ചു കീറി കാറ്റി പറത്തിയിട്ട് ഞാൻ ഇനി സിനിമയിൽ കയറിയിട്ട് എൻ്റെ കാര്യം എന്നൊരു സ്റ്റെപ്പ് ഓൺ ആറ്റിറ്റ്യൂഡ് എടുത്തു. അങ്ങനെ ആറ്റിറ്റ്യൂഡ് എടുത്തതിന് ശേഷം ഞാൻ അവിടെ റിസപ്ഷനിൻ്റെ വെളിയിറങ്ങിയിട്ട് കാർ പോർച്ചിലൊക്കെ കയറിയിട്ട് അവിടുത്തെ സെക്യൂരിറ്റി ഓടി വന്ന് എന്നെ ചീത്ത പറഞ്ഞു. ഞാൻ സൈക്കിളെടുത്ത് രക്ഷപ്പെട്ടു അവിടെ നിന്ന്. അത് കഴിഞ്ഞിട്ട് ഞാൻ എത്രയോ കാലത്തിന് ശേഷം മേനോ സാറിനെ കാണാൻ ഒരു ദിവസം സിദ്ധാർത്ഥൻ എന്ന് പറഞ്ഞ നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളർ ഫോൺ ചെയ്തെൻ്റെ അടുത്ത് പറയാണ് മേനോ സാർ അന്വേഷിക്കണം ഒരു പടം വർക്ക് ചെയ്യാൻ പറ്റുമോ. അങ്ങനെ ഞാൻ മേനോ സാറിനെ കാണാൻ വേണ്ടി വഴുതക്കാടുള്ള പുള്ളിയുടെ ഫ്ലാറ്റിൽ പോയപ്പോഴത്തേക്ക് ബോബൻ ഇരിക്കൂ, കാര്യങ്ങൾ സംസാരിച്ചു. ഞാൻ നിങ്ങളെപ്പറ്റി കേട്ടിട്ടുണ്ട്, കുറേ ചിത്രങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, നിങ്ങൾ ഇതിൽ മിടുക്കനാണെന്ന് അറിഞ്ഞു ഞാൻ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വയ്ക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ പോരാത്തന്നെ തിരുവനന്തപുരത്തുള്ള കക്ഷി, തിരുവനന്തപുരമാണ് ലൊക്കേഷൻ, അപ്പോൾ അതിൽ വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാൻ വേണ്ടി. അപ്പോൾ ഞാനപ്പോൾ ഈ കഥ പറഞ്ഞു. സത്യം പറഞ്ഞാൽ സാറാണ് എന്നെ സിനിമയെ കൊണ്ടുവന്നു. പുള്ളിയുടെ കണ്ണ് നിറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ കഥ പറഞ്ഞു കൊടുത്തേ. ഞാൻ പറഞ്ഞു സാറ് ഞാൻ പല പ്രാവശ്യമായിട്ട് സാറിനെ കാണാൻ വേണ്ടി വന്നു, എന്നിട്ട് എനിക്ക് പറ്റിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിൻ്റെ പുറകെ ഉള്ളൊരു ഓട്ടമായിരുന്നു. അങ്ങനെ സാറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ട് സാറിൻ്റെ പടം തന്നെ വർക്ക് ചെയ്യേണ്ടി വന്നു. പിന്നെ സാറ് പറഞ്ഞു സാറിൻ്റെ കണ്ണ് നിറഞ്ഞു. ഞാൻ ഇത്രയും പോകാൻ വന്നത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ, സോറി കേട്ടോ, ഒന്നും വിചാരിക്കരുത്. അങ്ങനെ സാറിൻ്റെ ഞാൻ സംവിധാനം ചെയ്യുന്നു എന്ന് ഞാൻ പടം നോക്കിയത്. അത് കഴിഞ്ഞ് ഞാൻ ഇത് ചെയ്തുകൊണ്ടിരുന്നിട്ട് സാറിൻ്റെ അവിടെ നിന്ന് ലെറ്റർ കയറി കളഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ അന്വേഷിച്ച് നടന്നപ്പോഴാണ് ഒരു അന്ന് സീരിയലുകളുണ്ട്, ദൂരദർശനിലെ സീരിയൽ 13 എപ്പിസോഡാണ്. അങ്ങനെ നമ്മുടെ ഒരു സുഹൃത്ത് നമ്മുടെ സിബി മലയിലിൻ്റെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള സാമോഹൻ എന്ന് പറഞ്ഞ കക്ഷി ഒരു സീരിയൽ ഡയറക്റ്റ് ചെയ്യുന്നു 13 എപ്പിസോഡ്. അപ്പം ഞാൻ അതിൽ എൻ്റെ അടുത്ത് ചോദിച്ചു വർക്ക് ചെയ്യാമോ. അങ്ങനെ ആ 13 എപ്പിസോഡിൽ ഞാൻ ആർട്ട് ഡയറക്ടറായി. അങ്ങനെ വേറെ ആരുടെയും കീഴിൽ പോകാൻ പറ്റില്ല, ഇതിൽ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ കരമന ജനാർദ്ദനൻ നായർ സാർ അഭിനയിച്ചൊരു പണ്ടൊരു ചേകവർ എന്ന് പറഞ്ഞ ഒരു സീരിയൽ വർക്ക് ചെയ്തു 13 എപ്പിസോഡ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിങ്ങനെ വന്നപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് ഇസ്മയിൽ എന്ന് പറഞ്ഞൊരു കക്ഷിയുണ്ട്, ക്യാമറമാൻ സാലു ജോർജിൻ്റെ അസിസ്റ്റൻറ്റ് ഇസ്മയിൽ നമ്മുടെ ഫ്രണ്ടാണ്. ഇസ്മയിൽ എൻ്റെ അടുത്ത് പറഞ്ഞു ബോബ നീ പോയിട്ട് അനിലിനെ കാണും, അനിൽ പടം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ പോസ്റ്റ് ബോക്സ് നമ്പർ 27 എന്ന് പറഞ്ഞ പടം വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നു. അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അത് വർക്ക് ചെയ്ത് എല്ലാ ചർച്ചകൾ നടക്കുമ്പോഴാണ് നമ്മുടെ ഒരു സുഹൃത്ത്, വേറൊരു സുഹൃത്ത് സുരേഷ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു പടം വന്നിട്ടുണ്ട് ചെയ്യാമോ. ആർട്ട് ഡയറക്ടർ ഒരു ആൾ വെച്ചിരുന്നു, പുള്ളി മാറിപ്പോയി, പകരം നിനക്ക് വർക്ക് ചെയ്യാമോ, ധൈര്യമുണ്ടോ. നമ്മൾ ധൈര്യമുണ്ട്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണ് 1990 കുറ്റപത്രം എന്ന് പറഞ്ഞ സുരേഷ് ഗോപിയുടെ ചിത്രം ഞാൻ വർക്ക് ചെയ്യുന്നു. അതാണ് ഫസ്റ്റ് മൂവി. 89-90 ഞാൻ ഫസ്റ്റ് പടം വർക്ക് ചെയ്യുന്നത്, സുരേഷ് ഗോപിയുടെ പടം. അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് പോസ്റ്റ് ബോക്സ് നമ്പർ 27 എന്ന് പറഞ്ഞ അനിലിൻ്റെ പടം വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇന്ന് വരേക്കും ഒരു മാസം പോലും വീട്ടിൽ നിൽക്കേണ്ടി വന്നിട്ടില്ല എനിക്ക്. ഒരുപാട് ചിത്രങ്ങൾ വർക്ക് ചെയ്യാൻ പറ്റി, അതൊരു വലിയ ഭാഗ്യമാണ്. അതും വലിയ ഡയറക്ടേഴ്സിൻ്റെ നല്ല ഡയറക്ടേഴ്സിൻ്റെ കുറേ നല്ല പടങ്ങൾ വർക്ക് ചെയ്യാൻ പറ്റി, ഒരു ഭയങ്കര ഭാഗ്യമാണ്. 1990 തൊട്ട് പിന്നെ ഇങ്ങോട്ട് ഫുൾ ബിസി ആയിട്ടുള്ള ഒരു ബിസി ആയിരുന്നു. ഞാൻ വീട്ടിൽ അധികം നിന്നിട്ടില്ല, മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു മാസത്തിനടുത്തൊക്കെ നിൽക്കുള്ളൂ. അഹങ്കാരം കൊണ്ടൊന്നും പറയണമല്ല, അത് എന്തോ ഒരു ദൈവാധീനം കൊണ്ട് കിട്ടുന്ന സംഭവം. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നമ്മുടെ ആശീർവാദ് ഫിലിംസിൻ്റെ ഒരു 25 ആനിവേഴ്സറി ആഘോഷം നടന്നല്ലോ. അപ്പോൾ ചേട്ടനെ അതിൽ അവർ ആദരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ആശീർവാദ് സിനിമാസിന്റെ. സോ അവർ ആശീർവാദ് സിനിമാസുമായിട്ടുള്ള അല്ലെങ്കിൽ ലാലേട്ടനായിട്ടുള്ള ഒരു കണക്ഷൻ എങ്ങനെയാണ്? ആശീർവാദ് സിനിമാസിന്റെ ഫസ്റ്റ് പടം മുതൽ ഒരു 6 പടം വരെ വർക്ക് ചെയ്തു ഞാൻ. 6 പടം എനിക്ക് തോന്നുന്നു ആശീർവാദിൻ്റെ ഏറ്റവും കൂടുതൽ പടം ആർട്ട് ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത് ഞാനായിരിക്കും.
ആശീർവാദിൻ്റെ 6 പടം വർക്ക് ചെയ്യാൻ പറ്റി. ഇപ്പം ലാസ്റ്റ് നേര് വരെ വർക്ക് ചെയ്യാൻ പറ്റി. നേരെന്ന് പറഞ്ഞ ചിത്രം. അപ്പോൾ ഇത്തവണ എമ്പുരാൻ്റെ ഒരു ഫംഗ്ഷൻ വെച്ചപ്പോഴത്തേക്ക് നമ്മുടെ ആശീർവാദിൻ്റെ 25 വർഷം പിന്നിടുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് എനിക്കൊരു ഷീൽഡൊക്കെ തന്ന് എന്നെ ഇത് ചെയ്തായിരുന്നു. അപ്പം ലാലേട്ടനുമായിട്ട് നല്ല ഇതാണ്. ലാലേട്ടനോട് ഒരുപാട് പടം വർക്ക് ചെയ്തിട്ടുണ്ട്. 6-ാം തമ്പുരാൻ ഒരുപാട് ചിത്രങ്ങളെ വർക്ക് ചെയ്തിട്ടുണ്ട്. പണ്ടത്തെ മലയാളം മൂവീസ് തൊട്ടിട്ട് ഇപ്പോൾ ഒരു മലയാളം സിനിമയുടെ ഒരു എവല്യൂഷൻ ചേട്ടൻ കണ്ടുകൊണ്ട് വരാണല്ലോ. മലയാള സിനിമയിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ, എന്തൊക്കെ അപ്ഡേഷൻസ് വരുന്നു ഒക്കെ ചേട്ടൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം മെയിനായിട്ട് പണ്ടത്തെ സിനിമകളിൽ നിന്ന് ഇപ്പോൾ ഉള്ള ഒരു പുതിയ സിനിമകളിലേക്ക് വരുന്ന ഒരു മാറ്റം എന്താണ് മെയിനായിട്ട് വരുന്നത്? സിനിമകളുടെ മാറ്റം എന്ന് വെച്ചാൽ പണ്ടൊക്കെ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ക്യാമറാമാന് മാത്രമേ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് മോണിറ്ററിൽ കാണാനോ ഒന്നും പറയാൻ പറ്റും. ഡയറക്ടർക്ക് പോലും ക്യാമറമാൻ പറയുന്നത് അത് ഓക്കെയാണോ ഓക്കെയാണെന്നത്. കുറച്ച് ഔട്ടായി പോയാൽ ഒന്നും കൂടെ എടുക്കണമെന്ന് പറയുമ്പോൾ മാത്രമാണ് ഇത് ഓരോ കാര്യങ്ങൾ അറിയുന്നത്. അപ്പോൾ നമുക്ക് ഈ സിനിമ ആയിട്ടുണ്ട് നമ്മളെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നെങ്കിലും നമ്മൾ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മോണിറ്റർ ചെയ്യാനേ പറ്റില്ല. നമ്മൾ ചെയ്ത സെറ്റ് കാണാൻ പറ്റില്ല. അത് സാധാരണ നമ്മൾ പോകുന്നത് സ്റ്റിൽ ഫോട്ടോഗ്രാഫർ. അന്നൊക്കെ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുത്തിട്ട് ഇപ്പോൾ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ വിളിക്കുമ്പോൾ തന്നെ പുള്ളി തന്നെ അത് ഡെവലപ്പ് ചെയ്ത് പ്രിൻ്റ് അടിച്ച് പിറ്റേ ദിവസം നമുക്ക് സെറ്റ് കൊണ്ടുവരണം. എന്ന് വെച്ചാൽ നമുക്ക് പല കണ്ടിന്യൂറ്റി നോക്കണമെങ്കിൽ ആ സ്റ്റില്ല് വെച്ചേ പറ്റുള്ളൂ. അപ്പം സ്റ്റുഡിയോ അന്നത്തെ ഫോട്ടോഗ്രാഫേഴ്സ് സ്റ്റിൽ ഫോട്ടോഗ്രാഫേഴ്സ് ഈ ഇതും കൊണ്ടുവരും. എല്ലാ ലാർജർ ഡെവലപ്പർ എല്ലാ സാധനവും കൊണ്ടുവന്ന് ഇവർ ഒരു ബ്ലാക്ക് റൂം ഓപ്പൺ ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഉറക്കമില്ല. രാത്രി നിന്നിട്ട് ഈ സാധനങ്ങളൊക്കെ പ്രിൻ്റ് അടിച്ച് രാവിലെ കൊണ്ട് കാണുക. അപ്പോഴാണ് നമ്മൾ പലതും അതിൽ കൂടെയാണ് കാണുന്നത്. ഒരു സെറ്റ് ഇട്ടാലോ, എന്തെങ്കിലും ഒരു സോങ്ങിൻ്റെ സെറ്റായിരുന്നാലോ, ഏതെങ്കിലും ഒരു സീനിൻ്റെ സെറ്റായിരുന്നാലോ, എന്തെങ്കിലും മൈന്യൂട്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കണം അതിൽ കൂടെയാണ് കണ്ടുപിടിക്കുന്നത്. പിന്നെ ആയപ്പോഴത്തേക്കും ഞാൻ വിളിച്ചു ചോദിക്കാറുണ്ട്. ഷാജിയുടെ പടമൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ കുറേ വലിയ സെറ്റുകൾ ഇടുമല്ലോ. അപ്പോൾ ഞാൻ മദ്രാസിൽ നമ്മുടെ എഡിറ്ററെ വിളിച്ചു ചോദിക്കും. എഡിറ്റർ ഭൂമിനാഥനാണ്. ഭൂമിയേട്ടനായിരിക്കും മിക്കവാറും ഷാജിയുടെ പടങ്ങളിലൊക്കെ എഡിറ്ററായിട്ടിരിക്കും. അപ്പോൾ ഭൂമിയേട്ടനെ ഞാൻ ഫോൺ ചെയ്ത് 3 പ്രാവശ്യം 4 പ്രാവശ്യം അന്ന് STD ആണ്, അല്ലാതെ അറിയാൻ പറ്റില്ല. അപ്പം 3 പ്രാവശ്യം 4 പ്രാവശ്യമൊക്കെ ചെന്നിരുന്ന് ഫോൺ ചെയ്തിട്ട് ഞാൻ ചോദിക്കും, പുള്ളിയായിരിക്കും റഷ് കാണുന്നത്, നമ്മൾ അല്ലാതെ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത് പുള്ളിയെ റഷ് കണ്ടിട്ട് ഞാൻ പുള്ളിയെ വിളിച്ച് ചോദിക്കും, ഇതെങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ, ആ സെറ്റപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു, കുഴപ്പമില്ല, അത് നന്നായിട്ടുണ്ട് കേട്ടോ, കുഴപ്പമില്ല എന്ന് പറയും. പുള്ളിയുടെ ഒരു ആത്മവിശ്വാസമാണ് നമ്മുടെയും ആത്മവിശ്വാസമായിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഒരു ആൻസൈറ്റി അല്ലേ, നമ്മളൊരു സെറ്റ് ഇട്ടാൽ തന്നെ, അല്ലെങ്കിൽ നമ്മളൊരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പൈസയ്ക്കും മുകളിലാണ് അതൊക്കെ. അപ്പം നമുക്ക് അത് അറിയാൻ വേണ്ടി ഒരു ആൻസൈറ്റി കൊണ്ടുകൊണ്ട് നമ്മൾ വിളിച്ചു ചോദിക്കാറുണ്ട്. മിക്കവാറും ഞാൻ ഇവരെയൊക്കെ വിളിച്ചു ചോദിക്കാറുണ്ട്, എഡിറ്റേഴ്സിനെ വിളിച്ചു ചോദിച്ചിട്ട് അവർ മദ്രാസിലവിടെ റഷ് കണ്ടിട്ട് അഭിപ്രായം പറയും, അതൊന്നും കൂടെ എടുക്കണമെന്ന്, അല്ലെങ്കിൽ ആ സീൻ ചിലപ്പം മാറ്റിയെടുക്കേണ്ടി വരുമെന്ന്, എന്തെങ്കിലും ഒരു കാര്യം ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അങ്ങനെയാണ് നമ്മൾ അറിയുന്നത്. അപ്പം ഞാൻ അവരെ വിളിച്ച് ചോദിച്ചിട്ടാണ് പല കാര്യങ്ങളും അറിയുന്നത്. ചേട്ടൻ ഇപ്പോൾ കണ്ടിന്യൂറ്റി ഇഷ്യൂടെ കാര്യം പറഞ്ഞല്ലോ, അതായത് തലേന്നുള്ള സെറ്റ് ചിലപ്പോൾ അത് നമ്മൾ റിമൂവ് ചെയ്തിട്ട് പിറ്റേ ദിവസം ആ സെയിം സെറ്റ്, അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായി? അങ്ങനെ ഉണ്ടാവാറുണ്ട്. എന്താ വെച്ചാൽ ഒരു സെറ്റ് ഒരു സ്ഥലത്ത് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ അവിടെ വേറെ ഷൂട്ടിംഗ് ഉണ്ടാവുകയോ, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് എത്രയോ ദിവസം കഴിഞ്ഞിട്ടേ ആർട്ടിസ്റ്റ് വരുള്ളൂ. അപ്പോൾ അത് പൊളിച്ച് മാറ്റി വെച്ചിട്ട് ഒന്നേന്ന് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ കണ്ടിന്യൂറ്റിയൊക്കെ നമ്മൾ അന്ന് സ്റ്റിൽ ഫോട്ടോഗ്രാഫർ എടുത്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇത് ചെയ്ത് അവസാനം ഇപ്പോഴുള്ള സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോഴെല്ലാ കാര്യങ്ങളും കയ്യിലുണ്ട്. മൊബൈലിൽ വരെ ക്യാമറയിൽ നിന്ന് ത്രൂ കണക്ഷൻ കൊടുക്കാം അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിന്. അത്ര ഇതാണ്, ഭയങ്കരമായിട്ട് ഡെവലപ്പായി. അപ്പോൾ അങ്ങനൊരു കണ്ടീഷനിൽ ഇപ്പോഴും പ്രശ്നങ്ങൾ തെറ്റിക്കാറുണ്ട്. അന്നത്തെ കൂടുതൽ കണ്ടിന്യൂറ്റി തെറ്റിക്കണം എനിക്ക് തോന്നുന്നു ഇപ്പോഴാണെന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ ഇന്നിപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എല്ലാ സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ സ്പോട്ട് എഡിറ്റിംഗ് വരെ ഉണ്ട്. ഫസ്റ്റ് സ്പോട്ട് എഡിറ്റിംഗ് തുടങ്ങിയ ഷാജി കൈലാസാണ്, ടൈഗർ എന്ന് പറഞ്ഞ പടത്തിന്. അത് കഴിഞ്ഞിട്ട് ചിന്താമണി കൊലക്കേസ്, അത് കഴിഞ്ഞ് നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. അപ്പോഴൊക്കെ ഈ എഡിറ്റിംഗ് എന്ന് പറയുന്നത് സ്പോട്ടിൽ എഡിറ്റ് ചെയ്യുന്ന പറയുന്ന സംഭവം ആർക്കും ഇല്ല. ഡോൺ മാക്സ് ആണ്, കൈരളിയിലുണ്ട് ഡോൺ മാക്സ് ആണ് ഫസ്റ്റിൽ ഈ സ്പോട്ട് എഡിറ്റിങ് ഇറങ്ങുന്നത് സാധനം. അത് കഴിഞ്ഞിപ്പോൾ മൊത്തം എല്ലാ സിനിമയ്ക്കും ഇപ്പോൾ സ്പോട്ട് എഡിറ്റിംഗ് ഇല്ലാതെ പറ്റാതെ. എനിക്ക് ഇപ്പോഴും ഓർമ്മയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചിന്താമണി കൊലക്കേസ് കഴിഞ്ഞിട്ട് തസ്കര വീരൻ എന്ന് പറഞ്ഞ പടത്തിന് പാലക്കാട് ഷൂട്ടിംഗ് നടക്കുക. അപ്പോൾ പാലക്കാട് ഷൂട്ട് ചെയ്യുമ്പോൾ മമ്മൂക്കയാണ് അതിൽ നായകൻ. അപ്പോൾ മമ്മൂക്ക എൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ റോഡിൽ വെച്ച് എഡിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ശരി തന്നെ എന്നെൻ്റെ ചോദിച്ചു, തമാശയിൽ ചോദിച്ചാണ്. അപ്പോൾ പുള്ളി ഇങ്ങനെ, നീ റോഡിൽ വെച്ചാണ് ഷാജി എഡിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് നമുക്ക് നല്ല സൗകര്യമാണ്. കാര്യം എന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് അപ്പോഴത്തന്നെ അറിയാം എന്തൊക്കെ എടുക്കണമെന്നുണ്ടോ അറിയാം, ഏതൊക്കെ വിട്ടുപോയിട്ടുണ്ടോ അറിയാം, എല്ലാം നമുക്കറിയാൻ പറ്റും. അതൊരു വലിയൊരു
ഇതാണ്, സിനിമയെ സംബന്ധിച്ച് ഭയങ്കര ഇതാണെന്ന്. പുള്ളി പറഞ്ഞു എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യും, റോഡിൽ വെച്ച് ഡബ്ബിങ്ങും റീ റെക്കോർഡിങ്ങും ചെയ്യാൻ പറയാറ്. പുള്ളി തമാശയ്ക്ക് പറഞ്ഞതാണ്, പക്ഷേ അത് നല്ലൊരു ഇതായിരുന്നു. അത് കഴിഞ്ഞിട്ട് പുള്ളി തന്നെ ഈ എഡിറ്റിംഗ് സൂട്ടൊക്കെ വാങ്ങിച്ചു, പുള്ളി തന്നെ തനിച്ച് എഡിറ്റ് ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തായെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയ്ക്ക് കിട്ടാനുള്ള ഒരുപാട് സംഭവമുണ്ട്. അന്നത്തെ പോലെ അല്ലേ, ഇന്ന് കണ്ടമാനം എടുത്തു വയ്ക്കുന്നു. ഒരു സിനിമയ്ക്കുള്ളതല്ല എടുക്കുന്നത്. ഇപ്പോൾ വർക്ക് ചെയ്യുന്ന പടങ്ങളിലെല്ലാം 3 സിനിമയ്ക്കുള്ള സാധനങ്ങളാണ് എടുത്തു വയ്ക്കുന്നത്. ഞാൻ കുറ്റം പറയല്ല. അന്നൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 19 റോള് 20 റോള് ഫിലിമേ നമുക്ക് തരത്തുള്ളൂ. 19 കഴിയുമ്പോൾ തന്നെ നമുക്ക് ടെൻഷനാവും സിനിമ തീർന്നില്ലെങ്കിൽ. 20 റോളിന് മുകളിൽ തരത്തില്ല. അപ്പോൾ ഇത്രയും ഫിലിം കൊണ്ട് ഷൂട്ടിംഗ് തീർത്തോളണം, അങ്ങനൊരു ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നതിൽ നിന്ന് മാറി ഇപ്പം ഇഷ്ടം പോലെ നമുക്ക് ഷൂട്ട് ചെയ്യാമല്ലോ. ഈ ഹാർഡ് ഡിസ്കും സംഭവമൊക്കെ വന്നപ്പോഴത്തേക്ക് ഇഷ്ടംപോലെ ഷൂട്ട് ചെയ്യും. അപ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 സിനിമയുടെ സംഭവമാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്ത് വയ്ക്കുന്നത്. എന്നിട്ട് അതിനെ കട്ട് ചെയ്ത് ഒരു സിനിമ ആക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിന്. ഈ 3 സിനിമയുടെ സാധനങ്ങൾ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളൊരു സിനിമ ആക്കുമ്പോഴത്തേക്കുള്ള പ്രശ്നം ഭയങ്കര രൂക്ഷമാണ്. ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. ആവശ്യമുള്ളത് മാത്രം എടുക്കുക. സ്പോട്ട് എഡിറ്റിംഗ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഡ്യൂറേഷൻ അറിയാം. സ്പോട്ട് എഡിറ്റിങ്ങിൽ കറക്റ്റ് ഡ്യൂറേഷൻ നമുക്കറിയാം. ഒരു സിനിമയുടെ ഡ്യൂറേഷൻ ഇപ്പോൾ 2.5 മണിക്കൂറാണെങ്കിൽ 2.5 മണിക്കൂറുള്ളത് കട്ട് ചെയ്ത് വെച്ചാൽ മതിയല്ലോ. ആവശ്യമില്ലാതെ എടുത്തു വയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ ഓപ്ഷൻസ് എന്ന് പറഞ്ഞ് ഒരുപാട് ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ കുറ്റം പറയല്ല, ഇപ്പോഴത്തെ എല്ലാവരും ചെയ്യുന്ന ഒരു പരിപാടിയാണ്. 3 സിനിമ 4 സിനിമയുടെ സാധനങ്ങളാണ് എടുത്തു വയ്ക്കുന്നത്. അങ്ങനെ ഒരു ഭയങ്കര പോരായ്മ ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ എല്ലാം നമ്മൾ ഞാൻ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, പണ്ട് തെങ്ങ് ചാഞ്ഞു വരുമെന്ന് പറയുന്ന ഒരു അവസ്ഥ. ഇത് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മുടെ കൈത്തുമ്പിൽ തന്നെ ഉണ്ട്, വിരൽത്തുമ്പിലുണ്ട്. പക്ഷേ എന്നാലും നമ്മൾ എടുത്തു വയ്ക്കുന്നത് 4 സിനിമയുടെ എടുത്തു വയ്ക്കും. ഇപ്പോൾ മമ്മൂക്കയുടെ കൂടെ പറഞ്ഞല്ലോ, മമ്മൂക്കയുടെ ആയിട്ടുള്ള വലിയേട്ടൻ ചെയ്തിട്ടുണ്ട്, തസ്കരവീരൻ, അങ്ങനെ ഒരുപാട് സിനിമ മമ്മൂക്കയായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഒരു ടൈമിൽ മമ്മൂക്കയ്ക്ക് ഭയങ്കര ജാടയാണ്, അങ്ങനെയൊക്കെ ആൾക്കാർ ഭയങ്കര തെറ്റിദ്ധാരണയുണ്ട്. അപ്പോൾ ചേട്ടൻ്റെ ഡയറക്റ്റ് മമ്മൂക്കയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? മമ്മൂക്കയുടെ എനിക്ക് ജാടയായിട്ട് തോന്നിയിട്ടില്ല. എന്ന് വെച്ചാൽ മമ്മൂക്ക പറയാനുള്ള മുഖത്തേക്ക് പറയുന്നൊരു വിഷയമാണ്. മമ്മൂക്ക എല്ലാ കാര്യത്തിലും ഇൻവോൾവ് ആണ്. മമ്മൂക്ക നമ്മൾ ആ മമ്മൂക്കയെ സമ്മതിച്ചു കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ വല്യേട്ടൻ എന്ന് പറഞ്ഞ പടം തന്നെ എടുത്തു. വല്യേട്ടൻ എന്ന് പറഞ്ഞ പടത്തിൽ മമ്മൂക്ക ഷൂട്ട് ചെയ്യുന്നത് ഏതോ 35ാമത്തെ സീനം കണ്ടുകൊണ്ട് ഫസ്റ്റ് തുടങ്ങണത്, നമ്മൾ ഷൂട്ട് ചെയ്യാൻ തുടങ്ങണം. പുള്ളി ആ സമയത്ത് ആ ക്യാരക്ടർ ആ സീനിൽ വരേണ്ടത് പുള്ളി അപ്പോഴാ എക്സ്പ്രഷൻസ് എല്ലാം ഇട്ടു എന്നുള്ളതാണ്. ഞാൻ വരെ ഞെട്ടിപ്പോയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു ആർട്ടിസ്റ്റ് സംബന്ധിച്ച് മിക്കവാറും ഓർഡറിൽ എടുക്കുമ്പോഴേ അവർക്കത് ശരിയാവുള്ളൂ. പക്ഷേ മമ്മൂക്കൊക്കെ നമ്മൾ വിചാരിക്കും പോലെയൊന്നുമല്ല. പുള്ളിയെ എങ്ങനെ എടുത്താലും, എന്ന് വെച്ചാൽ നമ്മൾ 35ാമത്തെ സീൻ എടുത്താലും പുള്ളി ആ ക്യാരക്ടറായി മാറുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മമ്മൂക്ക എടുത്ത് കുറേ പടം ലാസ്റ്റ് വർക്ക് ചെയ്ത് ഫയർമാനാണ്. അതിനുശേഷം ഞാൻ വർക്ക് ചെയ്തിട്ടില്ല, വേറെ ഒന്നും ഇങ്ങനെ വന്നിട്ടില്ല. അപ്പം നമുക്ക് കിങ് വർക്ക് ചെയ്യുമ്പോഴായിരുന്നാലും, വല്യേട്ടൻ വർക്ക് ചെയ്യുമ്പോഴും, തൊമ്മനം വർക്ക് ചെയ്യുമ്പോഴും, രാജമാണിക്യം വർക്ക് ചെയ്യുമ്പോഴൊക്കെ ആ ക്യാരക്ടറായിട്ട് മാറുകയാണ്. രാജമാണിക്യത്തിലൊന്നും എനിക്കൊരിക്കലും ആ മമ്മൂക്ക ആ രീതിയിൽ കാണാൻ പറ്റത്തില്ല, ഇങ്ങനൊരു ക്യാരക്ടർ വരുന്നത്. പക്ഷെ പുള്ളി ഓരോ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് നമ്മളത് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ ചുമ്മാ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ, രാജമാണിക്യത്തിൽ തന്നെ ഒരു മമ്മൂക്കയുടെ ഇൻട്രൊഡക്ഷൻ ഉണ്ട്, കുട പിടിച്ച് മറ്റേ റഹ്മാൻ കുട പിടിച്ചിട്ട് പുള്ളി മഴയത്ത് വരുന്ന ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്. അപ്പോഴത്തേക്ക് ഒരാളിനെ എടുത്ത് ഒരു ഓട് പൊട്ടി വീഴുന്നതായിട്ടാണ്. അത് നാരായണൻ എന്ന് പറഞ്ഞൊരു ഫൈറ്റ് മാസ്റ്ററാണ് അഭിനയിച്ചത്, ഫൈറ്റിലൊരു കക്ഷിയാണ് അഭിനയിച്ചത്. അപ്പോൾ പുള്ളി മോളിൽ നിന്ന് ഓട് പൊട്ടി താഴെ വീഴുന്നുണ്ട്, അതിൽ നിന്നാണ് ഇൻട്രൊഡക്ഷൻ തുടങ്ങുന്നത്. അപ്പോൾ പുള്ളി അവിടെ നിന്ന് വിളിച്ച് ബെല്ലാരി രാജ വരണേന്നാണ് വിളിക്കേണ്ടത്. പക്ഷേ പുള്ളി നാട്ടുരാജാവ് വരണേന്ന് വിളിച്ചു. അപ്പോൾ മമ്മൂക്ക ചോദിച്ചു, തമാശയ്ക്കാണ് ഇതൊക്കെ, സീരിയസ് ആയിക്കളല്ലേ. മമ്മൂക്ക ചോദിച്ചു, അതാരടാ നാട്ടുരാജാവ് വരണേന്ന് വിളിച്ചത്? അപ്പം ഞാൻ പറഞ്ഞ്, മമ്മൂക്ക ഇത് മറ്റേ ആളുടെ കക്ഷിയാണെന്ന്, അവനെ മേലെ സെറ്റ് കണ്ടുപോകരുതെന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അപ്പം ഇങ്ങനെ കുറേ രസകരമായ സംഭവമുണ്ട്. എനിക്ക് എനിക്കത്ര എന്നെ ഒരു രീതിയിൽ ഹർട്ട് ചെയ്തിട്ടില്ല. എൻ്റെ ഇത് വളരെ കാര്യമാണ്. ഇപ്പോഴും ചെന്ന് കഴിഞ്ഞാലും വളരെ ഇങ്ങനൊരു തൊഴിലുണ്ട് മമ്മൂക്ക. അത് എങ്ങനെ തൊഴിലാണെന്ന് പറയുന്നത് സ്നേഹം കൊണ്ട് തൊഴിലായിരിക്കും. മമ്മൂക്കയുടെ വീട്ടിൽ പോയിട്ടുണ്ട് ഞാൻ, എല്ലാം നമുക്ക് വളരെ കാര്യമാണ്. മമ്മൂക്കയുടെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ഏതാണ്ട് 10-18 പടം വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിലെല്ലാം മമ്മൂക്ക വളരെ നീറ്റാണ്. എൻ്റെ അടുത്താണ്, മറ്റുള്ളവരുടെ അടുത്താണ്.
അങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ടൊരു ഇത് പറയുന്നൊന്നുമില്ല. പറയുമ്പോൾ മുഖത്തോക്കി പറയും. അങ്ങനൊരു സ്വഭാവമുണ്ട് പുള്ളിക്ക്. എന്തായിരുന്നാലും കുറ്റമായിരുന്നാലും. ഇപ്പം ഞാൻ പറയുന്ന ഞങ്ങളൊരു പടം വർക്ക് ചെയ്യുന്ന ബസ് കണ്ടക്ടർ എന്ന് പറഞ്ഞൊരു പടം വർക്ക് ചെയ്യും. ബസ് കണ്ടക്ടർ എന്ന് പറയുമ്പോൾ പടം വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതിൽ സെറ്റാണ്, സെറ്റ് ഇട്ടിരിക്കുമ്പോഴത്തേക്ക് പുള്ളി ഇങ്ങനെ ഊത് കൊണ്ടു കൊടുക്കുന്നൊരു സംഭവം, ഊത്. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ് ഊതെന്ന് പറഞ്ഞാൽ ഞാനും കണ്ടിട്ടില്ല ഈ സാധനം. ഒരു തടി കഷ്ണമാണ് ഊതെന്ന് പറയുന്ന സാധനം. അപ്പോഴത്തേക്ക് ഞാനവിടെ മാവിൻ്റെ 2 ഉണക്ക കമ്പെടുത്ത് പൊതിഞ്ഞ് പുള്ളിക്ക് കൊണ്ടുകൊടുത്ത്. ഉമ്മയ്ക്ക് ഊത് കൊണ്ട് കൊടുക്കണതാണ് ഈ പോയ്ക്കാൻ വേണ്ടി, മുടി ഇത് പോയ്ക്കാൻ വേണ്ടി കൊടുക്കും. നമുക്ക് ഇതെന്തോന്നേ ഈ സാധനം. ഞാൻ പറഞ്ഞു നമുക്കിത് ഊതെന്ന് പറഞ്ഞൊരു സാധനം. ഇത് ഊതൊന്നുമല്ല, ഇത് വേറെ മരക്കഷ്ണമല്ലേ. നമ്മൾ സിനിമയിൽ മരക്കഷ്ണമോ ഒന്നും ആരും മണപ്പിച്ചൊന്നും നോക്കുന്നില്ലല്ലോ, സ്മെല്ല് ചെയ്ത് നോക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സാധനം പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ സംഭവങ്ങളുണ്ട്. പിന്നെ തൊമ്മനും മക്കളും എന്ന് പറഞ്ഞ പടം വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇവർ ഒരു ദിവസവും ഒരു പകലും ഒരു രാത്രിയും ലോറി ഓടിച്ച് പോയിട്ട് നമ്മുടെ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ഒരു പകലും ഒരു രാത്രി ഓടിച്ചു പോയി കഴിഞ്ഞാൽ കുടിപ്പേ കർണാടക അല്ലെങ്കിൽ ആന്ധ്രയുടെ പരിസരത്ത് എത്തുള്ളൂ. അതിനപ്പുറം എത്താൻ സാധ്യതയില്ല. അപ്പോൾ ഇവർ ഒരു വീടുണ്ടാക്കുന്നുണ്ട്. വീടുണ്ടാക്കണമെന്ന് വെച്ചാൽ ഞാൻ സാധാരണ വീട് വേണ്ടാന്ന് വെച്ചിട്ട് 2 ഇത് വെച്ചിട്ട് ഒരു സാധനം വെച്ചിട്ട് അതിൽ 2 ഷോട്ടൊക്കെ ഉണ്ട്. ആ ക്യാമറ അകത്ത് വെച്ചിട്ട് ഓല എടുത്ത് കവർ ചെയ്ത് വയ്ക്കുന്നൊരു ഷോട്ടൊക്കെ. അപ്പോൾ ഇത് കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ മുകളിൽ നിന്നിട്ട് നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ എന്തുമാത്രം പെട്ടെന്ന് സ്പ്രെഡ് ആവണമെന്നാണ്. നമുക്ക് എടുത്ത് ചോദിച്ചിട്ട് ഇത് ആരെ കഴപ്പെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇത് എൻ്റെ കഴപ്പാണ്. എടാ ഇത് എന്ത് വീട് ഇത്? ഞാൻ പറഞ്ഞു ഇതിനകത്ത് കിടക്കാനുള്ള സൗകര്യം വരും, ബെഡ്റൂം വരും, എല്ലാം വരും. ഇനി അങ്ങോട്ടുള്ള സീനുകളെല്ലാം എവിടെയാണ് വരണത്? ഇത് മതിയാ? ഞാൻ പറഞ്ഞു ഇത് മതി. നമ്മൾ ഇതെവിടെയാണ് സ്ഥലം? ഞാൻ പറഞ്ഞു ഒരു പകലും ഒരു രാത്രി ഓടിക്കഴിഞ്ഞാൽ ഇങ്ങനൊരു സ്ഥലത്തേ എത്തുള്ളൂ. ഇത് ഞാനൊന്ന് ക്രിയേറ്റ് ചെയ്തേ ഉള്ളൂ, എൻ്റെ ഒരു വീടായിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തെന്ന് പറഞ്ഞു. ഏതായാലും നിൻ്റെ കഴപ്പ് കൊള്ളാം, പക്ഷേ ഇതിങ്ങനെ നമുക്ക് അതിൻ്റെ മോളിൽ എന്നിട്ട് ഡയലോഗ് അടിക്കുന്ന സംഭവം. ഇത് കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി വൈകുന്നേരം വന്നപ്പോൾ എൻ്റെ മൊബൈൽ ഫോൺ റിങ് ചെയ്യണം. ഒരാൾ വിളിച്ചിട്ട്, ആരെന്ന് ഞാൻ പറയുന്നില്ല, എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് നീ മമ്മൂക്കയിൽ ഉടക്കായെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്ത് കാര്യം? അല്ല നീ മമ്മൂക്കയും തമ്മിൽ ഭയങ്കര പ്രശ്നമായെന്ന് പറഞ്ഞില്ലേ. ഞാൻ പറഞ്ഞു ഞാൻ പ്രശ്നമൊന്നുമല്ല. അതെന്ത് സംഭവം? അത് ഞാൻ അറിഞ്ഞില്ല. എന്താ വീടിൻ്റെ പ്രശ്നത്തിൽ എന്തോ പ്രശ്നമായെന്ന്. അപ്പം ഞാൻ ആലോചിക്കുകയാണ്, ഒരു കാര്യം സിനിമയിലൊരു കാര്യം സ്പ്രെഡാവുന്നത് വളരെ പെട്ടെന്നാണ്. അതേപോലെയാണ് സിനിമ എന്ന് പറയുന്ന മാധ്യമം. അപ്പം എല്ലാ കാര്യത്തിലും എങ്ങനെയാണ്, ഞാൻ അറിയാത്തൊരു കാര്യമാണത് സംഭവം. നല്ല ടേംസാണ് മമ്മൂക്കയായിട്ട് ഇതുവരെ വർക്ക് ചെയ്ത പടങ്ങളെല്ലാം, ഒരുവിധ പടങ്ങളെല്ലാം ഓടിയിട്ടുമുണ്ട്. ഓടാതെ പോയ ഒരു പടമില്ല. ആകെപ്പാടെ ഒരു പടമേ എനിക്ക് വിഷമമുള്ളൂ, ദുബായ് എന്ന് പറഞ്ഞ പടം, ജോഷി സാറിൻ്റെ. അത് മാത്രം എനിക്ക് വലുതായിട്ട് ഓടിയിട്ടില്ല. അങ്ങനൊരു വിഷമം മാത്രമേ ഉള്ളൂ. പക്ഷെ അന്നത്തെ കാലത്ത് ദുബായ് എന്നൊരു മൂവി അത് ഭയങ്കര ഒരു ഡിഫറെൻ്റ് ആയിട്ടല്ലേ ചെയ്തിരിക്കുന്നത്? ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആർട്ട് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ കൂടെ ഒരു അനീഷ് എന്ന് പറഞ്ഞൊരു പയ്യൻ എൻ്റെ കൂടെ നിർത്തിയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊരു അസിസ്റ്റൻറ്റ് വേണം, അസിസ്റ്റൻ്റ് ഉണ്ടെങ്കിലേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ഒറ്റയ്ക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇന്നൊക്കെ ആണെങ്കിൽ നമ്മൾ അസിസ്റ്റൻറ്റിനെ കൊണ്ടുപോകും. അന്ന് അസിസ്റ്റൻ്റ് ഉണ്ടെന്ന് അവിടെ നിന്ന് ആരെങ്കിലും വയ്ക്കാനേ പറയുള്ളൂ. അപ്പം നമുക്ക് ദുബായിലൊക്കെ പോയി കഴിഞ്ഞാൽ വേറെ വലുതായിട്ട് സെറ്റ് ചെയ്യാനൊന്നുമില്ലല്ലോ. സെറ്റ് ഉള്ളിടത്ത് നമ്മൾ പോയി ഷൂട്ട് ചെയ്യല്ലേ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ അനീഷ് എന്ന് പറയുന്ന ലുലുവിലങ്ങണ്ട വർക്ക് ചെയ്യുന്ന പയ്യനാണ്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവൻ്റെ കലീജ് ടൈംസ് എന്ന് പറഞ്ഞ പടത്തിൽ അബ്സ്കോണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഫോട്ടോ വന്നിരിക്കുന്നു. അപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുകയും ചെയ്യണം. സെറ്റിൽ പോലീസ് വന്നിട്ട് ഈ പയ്യൻ എവിടെയാണെന്ന് ചോദിച്ചു. അങ്ങനെ ആ പയ്യനെ പിടിച്ചോണ്ട് പോയി. അതിൻ്റെ അടുത്ത ദിവസം അവന് പാസ്പോർട്ടും എല്ലാം തിരിച്ചു കൊടുത്ത് അവനെ കയറ്റി വിട്ടു. അപ്പോൾ പിന്നെ ആരുമില്ല. അപ്പോൾ പെട്ടെന്നൊരു ഓഫീസ് സെറ്റപ്പ് ചെയ്യണമെങ്കിൽ ഞാൻ തന്നെ വിളിക്കും, ഞാൻ തന്നെ പറയും ഒരു കസേര നീക്കിയിടണമെങ്കിൽ ആരുമില്ല, ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ അവിടുത്തെ ലൊക്കേഷൻ മാനേജർ ആരെങ്കിലും ഒരു സലീം എന്ന് പറഞ്ഞ കക്ഷി ഉണ്ടാകും. അപ്പോൾ പുള്ളിക്കാരനായിട്ട് ഞാനിങ്ങനെ പറയും, ഞാൻ തന്നെ മിക്കവാറും ഈ ജോഷി സാറ് പറയും, ബോബ ഈ കസേര അങ്ങോട്ട് കുറച്ച് അത് പിഴയുടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ പിടിച്ചിട്ട് അങ്ങനെ ഒരു സംഭവമില്ല, അസിസ്റ്റൻ്റ് ഇല്ലല്ലോ. അപ്പം ഞാൻ തന്നെ പറയും പിടിയുടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ നീക്കിയിടുന്നൊരു സംഭവത്തിലോട്ട് പോയി. അങ്ങനെ ഏതാണ്ട് 3 മാസത്തോളം ഷൂട്ട് ചെയ്തു ദുബായിൽ ആ പടം. അതാണ് എനിക്ക് വിഷമം. 1 മാസം കൊണ്ട് ഷൂട്ട് ചെയ്തിട്ട് ആ പടം ഓടിയില്ലെന്ന് പറഞ്ഞൊരു വിഷമമില്ല. പക്ഷേ നമുക്കിടെ ആ ഒരു പടം മാത്രമേ ഓടാതിരുന്നിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഓടിയ പടങ്ങളാണ്. ദുബായ് പടം ഷൂട്ട് ചെയ്തിട്ട് ആദ്യം ഒരു ഷെഡ്യൂൾ കഴിഞ്ഞ് പിന്നെ നമ്മൾ എല്ലാവരും തിരിച്ചു വന്നായിരുന്നു. അതുകൊണ്ട് 3 മാസത്തോളം ഷൂട്ട് ചെയ്ത് തിരിച്ചു വന്നു. പിന്നെ ക്ലൈമാക്സ് ഹത്ത എന്ന് പറഞ്ഞ സ്ഥലത്ത് 2 ഹെലികോപ്റ്റർ വന്ന് നിൽക്കുന്ന സംഭവമാണ്. അപ്പം അതൊക്കെ നമ്മൾ രണ്ടാമതാണ് പോയി ഷൂട്ട് ചെയ്തത്. ഇപ്പോൾ ഏതാണ്ട് 10 ദിവസത്തോളം 15 ദിവസത്തോളം ആ ഷെഡ്യൂൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഈ
വില്ലൻ്റെ ഇത് ഹെഡായി തലകെട്ടായി പോകുന്നതൊക്കെ സംഭവം ഷൂട്ട് ചെയ്തു. അപ്പം നമ്മൾ വേറെ ഒന്നും ചെയ്തില്ല, ഡെമ്മി ആയിട്ടൊരു ഇത് തല റെഡിയാക്കി വെച്ചു, അങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. അല്ലാതെ അതിൽ വേറെ അത്ഭുതങ്ങളൊന്നുമില്ല. ഞങ്ങൾ അതേപോലത്തെ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്, രഥോത്സവം എന്ന് പറഞ്ഞ് പണ്ടൊരു പടത്തിൽ. അതിൽ തല വെട്ടി എറിയുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. തല വെട്ടി എറിയുന്നതെന്ന് വെച്ചുമ്പോൾ നമ്മളൊരാളിൻ്റെ ഡെമ്മി ഉണ്ടാക്കിയിട്ട് ഹാഫ്, അത് സുദേവനായിരുന്നു മേക്കപ്പ്, സുദേവൻ എന്ന് പറഞ്ഞത്. ആ പുള്ളി ഹാഫ് ഒരു ഹൈറ്റ് കുറഞ്ഞ ആളിൻ്റെ സ്ഥലത്ത് ഈ ശരീരം ഡ്രസ്സ് ഇടിയിപ്പിച്ചിട്ട് തലയിലൊരു തണ്ണിമത്തൻ്റെ പീസ് വെച്ചിട്ട് അതിൻ്റെ അന്ന് ഇതേപോലെ നമുക്ക് സി ജിയിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. തല മാത്രം ഡെമ്മി ഉണ്ടാക്കി വെച്ചിട്ട് ധൈര്യമായിട്ട് വാളിട്ട് വെട്ടി, എന്നിട്ട് ഈ ബോഡി തറയെ വേണ്ടിയിട്ട് ആളകത്തുണ്ടല്ലോ, അപ്പം കിടന്ന് പിടയ്ക്കുന്ന ഒരു സാധനം അന്ന് ഷൂട്ട് ചെയ്തു. അതൊക്കെ ഹൈലി റിസ്ക് ആണ്, പക്ഷേ എന്നാലും നമ്മൾ ഷൂട്ട് ചെയ്തു. This show is presented by Luvi.